നീ മൊത്തം സൂം ചെയ്ത് വെച്ചിരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്ത് ഇപ്പോൾ വെട്ടം വീഴുന്നു. ക്യാമറയ്ക്ക് ഫ്ലാഷിങ് ലൈറ്റിംഗ് ആണ്. 66 തോന്നുന്നു. എനിക്ക് 67. കയ്യിൽ ബാറ്റ് വേണമായിരുന്നു കേട്ടോ. ഒരെണ്ണം എടുത്താകാം. നമ്മളെ കളി അടുത്ത് യൂണിറ്റ് നടക്കുമ്പോ എടുക്കാമല്ലോ. ഓ അവിടെ സ്റ്റെമ്പിന്റെ പൊട്ടി പോയി. നമുക്ക് സ്റ്റെമ്പ് മൊത്തം ക്യാപ്റ്റൻ ആരാണ്? ക്യാപ്റ്റൻ ആരാണ്? ക്യാപ്റ്റനാ? നമ്മൾ ക്യാപ്റ്റൻ ടോസറിനത് നൂറിലമ്മയൊക്കെയാണോ സഹിക്കില്ല ആരെങ്കിലും അവരുമായിട്ട് കോൺടാക്ട് ചെയ്യണോ ബന്ധപ്പെടുകയോ എന്തെങ്കിലും ചെയ്യണം. കളി തീർന്നു ടോസിട്ടാ പോരെ. അടിച്ചായി. അയ്യോ എത്ര ടീം? ഒന്നര പറ. അപ്പൊ ഫസ്റ്റ് എത്ര രൂപ? ഫസ്റ്റ് എത്ര രൂപ? ഈ ബാറ്റ് എടുത്തു. ആ ബാറ്റ് അവന്മാര് ഈ ബോളിംഗ് അതിജലമാണെങ്കിൽ ക്രിസ്റ്റ്യാനോന് അതിമനോഹരമായിട്ട് ജയിക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇത് വെളിയിലത്തെ ടീമല്ല. ഇത് രതീഷ് എന്ന് പറയുന്ന ലെഫ്റ്റ് ഹാൻഡ് ടീം. രതീഷ് എന്ന് പറയുന്ന സീനൊന്നുമില്ല. നമ്മ ഇതിൽ പാട്ട് കേട്ടിട്ടുണ്ടോ? ഇന്നൊരു ദിവസം ഫുള്ള് എടുക്കാനുള്ളത് ഇവിടെ തന്നെ എടുക്കാം. പഴയ കാലത്തുണ്ടല്ല മാറി കേരളക്കരയിൽ നിന്നും സുജിത്ത് ലൈനിലുണ്ട്. സുജിത്തിന് കൊടുക്കാം. പറഞ്ഞു ഇതിന് നാളെ പ്രത്യേകിച്ച് സംസാരിക്കാനൊന്നുമില്ല. നമ്മുടെ വെള്ളിമുക്കിന്റെ സുന്ദരനായ ഉപേഷ് ഉണ്ട് ഇവിടെ സംസാരിക്കാൻ. നിക്കോനാച്ചായ പുതിയ നടനാണ്. അതാ 3 പാത്രം ചോറ് ഒറ്റയ്ക്ക് കഴിക്കുന്ന വിശപ്പ് എന്നറിയപ്പെടുന്ന അഷ്റഫ് സംസാരിക്കാൻ എന്താണുള്ളത്? റഷീദിന്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നീ ഇല്ലാത്തൊരു കുറവ് ഇവിടെ കാണുന്നുണ്ട്. എനിക്കൊരു ബൂട്ട് അറിയല്ല. റഷീദ് ഹൈദറിന് അടിക്കണല്ലോ. റഷീദ് പഠിച്ച ഹൈദറിന് മാമപ്പ് ചെയ്യുന്നല്ലേ? മാമപ്പ് ചെയ്യുന്നല്ലേ? മൊത്തം രതീഷ് ചാട്ടുവിനെ രണ്ടാമത് കവർ ഡ്രൈവിലൂടെ അടുത്ത 6 അടി കേട്ടോ.
അതാണ് കിങ് സ്റ്റാർ. പൈല ആദ്യം ഒന്ന് പാലയെങ്കിലും സിനിമയുടെ പേര് ബോള് നല്ല പോരൊക്കെ വരുള്ള ബോള്. വൈകുന്നേരം വന്ന് വെള്ളം അടിച്ചിട്ടുണ്ടോ? അവരെ വീഡിയോ കാളച്ചന്ത മാറിപ്പോയി. കാളച്ചാന്ത അമ്മേ എന്ന് ശരിക്കും വീണ്ടും വിളിച്ചു. ഞാൻ ക്യാച്ച് എടുത്തിട്ട് വെളിയിൽ പോയതാ. അടിയല്ല അകത്താണ്. ചില സമയം ഷട്ടൂര് യൂണിറ്റി എപ്പോഴും കാണണം. ഷട്ടൂര് ഇല്ല ഇവാളപ്പോ ഇല്ലല്ലോ റഷീദ് ഇല്ലല്ലോ. രണ്ട് അവൻ ചില സമയം കളിച്ചില്ലെങ്കിൽ ചില സമയം വീണ്ടും തിരിച്ചു വരുന്നതാണ് അവൻ. ചില ആപത്ത് ഘട്ടങ്ങളിൽ അച്ഛ പോണേ എല്ലാരും അടുത്ത് റീ എൻട്രി ഉണ്ടെന്ന്. ശരിക്കും വീണ്ടും സുന്ദർ കർത്ത നമ്മളെ ബാറ്റ് എന്ന് പറയണത് ബാറ്റ് അത് പൈസ നോക്കിയല്ല നമ്മുടെ ബാറ്റുകൾ ഒപ്പിക്കുന്നത്. നമ്മളിതൊക്കെ ഒരുത്തനും കൊടുക്കാതിരിക്കൂല. ഇന്നലെ കബി കിടന്ന വേറെ വെച്ചാലേ ഞാൻ മാത്രമല്ല എല്ലാവരും ഉണ്ട്. ഏറ്റവും കൂടുതൽ ഞാൻ വേളം വെച്ചു. ക്ലബില് അവർ പറഞ്ഞ അനുസരിച്ച് കളിയിലുള്ള ശബ്ദം ഉണ്ടാകുന്നത് രാത്രി ആളുകൾ എല്ലാം താമസിക്കില്ലല്ലേ എല്ലാം പറഞ്ഞാണ് കൊടുത്തത് അവർ ഇത് അല്ലെങ്കിൽ വന്ന് ഫോട്ടോ കിട്ടും. കണ്ണാടിയാണോ? ചുവന്ന ബോർഡറുള്ള കണ്ണാടി റൈബണെന്ന്. കണ്ണാടിയെ പറ്റി അറിഞ്ഞാൽ നീ ചിരിക്കണ റൈബാനാണ് ബോർഡർ. നീ കേറി വാടാപ്പി. ഈ ബലൂണിന്റെ ഇവിടെ വിൽക്കൂലടാ കണ്ണാടി. അതേം വെച്ച് പോരാടാ കണ്ണാടി ചുവന്ന ബോർഡർ എന്താണ് കറുപ്പ് വെച്ചാൽ സിനിമാണന്മാരൊക്കെ വെച്ചാൽ പിടികളാവില്ലേ മോറൊക്കെ കണ്ണാടിയൊക്കെ പോണോ? ചുവന്ന ബോർഡറുള്ള കണ്ണാടി. ഈ ഗ്രിപ്പ് കളഞ്ഞിട്ടേ കൂടി ഗ്രിപ്പ് വാങ്ങിക്കാം. 100 രൂപയുള്ള ഗ്രിപ്പ് വാങ്ങിച്ചിട്ട് അടുത്ത ശനി ഞായറുവാ ഫിക്സ് ആയില്ലേ? പിന്നെ
അവിടെ വീണ്ടും കോർട്ട് ഇടാം. രണ്ട് ടീമുണ്ട്. ശനി ദശ പിടിച്ച കോർട്ടാണ്. സുഹൃത്ത് മുജീബിനെ സുഹൃത്ത് എടുത്തു. സുഹൃത്തിനെ മുജീബ് എടുത്തു. പിന്നെ പൂച്ച പൂച്ച ആറാശ് ടീമുമായിട്ട് കളിപ്പിച്ച കളിയും പെട്ടെന്ന് പൈസ കിട്ടും. അതാ തൊട്ടിച്ച മുമ്പ് നമ്മളെ ടീമിൽ കളിച്ചിട്ടുണ്ടാവും. നാജിരാനി അവനെ കൊണ്ട് അറിയിപ്പിക്കാനുള്ള അത് നാജിരാനിയാണ്. എത്രമാരുണ്ട്? മൂന്നുമല്ല ഒരു നമ്മളെ വരുത്താ ഒരു മാമാരെ മോൻ കണ്ണാടിയില് പലിശക്കാരുണ്ട്. അവൻ കളിക്കാറാവുമ്പോ പോലീസ് കിട്ടിയപ്പോ പോലീസ് വിനായകൻ ഗസ്റ്ററെ കളിക്കുന്നവന്മാര് ഇത് പേരൊക്കെ മാറ്റി തോന്നുന്നുണ്ടോ മതി വിനായകൻ കളിക്കുന്നത്. അതല്ല എറിഞ്ഞങ്ങോട്ട് എറിഞ്ഞവിടെ കുറ്റിയുടെ കുറ്റിയുടെ മതി. ഏത് കുറ്റി? വീടിന്റെ കുറ്റിയാ ചെമ്പ് കുറ്റിയാ? അവന്റെ കുറ്റി. കിങ് സ്റ്റാർ ആരാണ്? ജേഴ്സി എന്റെ ഇല്ല. കിങ്ങിണി എന്തരേ എക്സ്പയർ ആയി. ഓട്ടം ഓട് ഇവിടെ. അവനുള്ളോണ്ട് പോകണ്ട. ഭാവന ഇഷ്ടമല്ല അല്ല 5 സിക്സ് ഹൈദറിന് 2, ഷബീഖിന് 1, ഇവൻ പോയ ഓവറിൽ 2, 5 സിക്സ് ചെയ്യാനുള്ള. അല്ല ബോൾ പരിവായില്ലടാ. വീനക്കാകുമ്പോ സ്വപ്പം കഴിച്ചെല്ലാം കാണും. ഒരുപാട് ഉണങ്ങി കൊല മാത്രം ഉണങ്ങി. ഫുട്ബോൾ ഇതിൽ ഉണങ്ങി പിടിച്ചു ചുമ്മാ വിടുവാനേക്കാൾ ഇപ്പൊ മറ്റേ ഫുട്ബോൾ നീ അവനെ കുറ്റം പറയണ. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ ചിക്കുനെ മൊലാനൊക്കെ ആരുന്നേ രണ്ടു മണിക്കുമ്പോ കുറച്ച് ചിക്കുന് ചിക്കു പയ്യാക്കി ഇപ്പൊ വേറെ പയ്യൻ നല്ല കളി കേട്ടാ. നല്ല കളി അമ്പലം അവന്റെ ബാക്കിൽ നിന്നാണ് നടക്കൂല എപ്പോഴും. നമ്മളെ അസീബലി വിളിച്ചില്ല കേട്ടോ. അസീബലി വിളിച്ചോ. ഇപ്പഴാണ് ഓർമ്മ വന്നു. ബോളർമാരില്ല. ഇങ്ങനെ ഗതികെട്ടാണ് പിടിച്ചത് കേട്ടടേ. മനസ്സെത്ര പഞ്ചരേറ് വരെ നിങ്ങൾ